കുന്നിൻ ചെരുവുകളിലൂടെയും കാട്ടുപ്രദേശങ്ങളിലൂടെയും ഉൾപ്രദേശങ്ങളിലെ ഗ്രാമങ്ങൾ സന്ദർശിക്കുന്ന മിഷനറി. ഹരിതാഭമായ വനപ്രദേശങ്ങളിലൂടെയുള്ള യാത്ര. പുൽനാമ്പുകളിൽ ഊറി നിൽക്കുന്ന മഞ്ഞിൻ കണങ്ങളും അതിൽ സൂര്യപ്രകാശം വിടർത്തുന്ന മഴവില്ലിൻ വർണ്ണങ്ങളും. പെട്ടെന്നൊരു നിമിഷം ദർശനമായി, വെളിപാടായി. ആ ദർശനം ഏറ്റുവാങ്ങിയ നിമിഷം ഈ വിശ്വം പ്രപഞ്ചശില്പിയുടെ അതിമനോഹരമായ സൃഷ്ടിവിസ്മയമായ ദേവാലയമാണെന്ന തിരിച്ചറിവുണ്ടായി. ഈ ദേവാലയത്തിൽ പാതുകങ്ങൾ ധരിച്ചു നടന്ന് അശുദ്ധമാക്കുകയോ? ഉടനെ തന്റെ ചെരുപ്പുകൾ വലിച്ചെറിഞ്ഞ് നഗ്നപാതനായി യാത്ര തുടർന്നു. ആ യാത്ര സന്യാസത്തിന്റെ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്തുന്നതായിരുന്നു. അങ്ങനെ ഫാദർ മൈക്കിൾ പുറാട്ടുകര CMI, ഫാദർ സദാനന്ദായി, സ്വാമി സദാനന്ദായി, സ്വാമി അച്ഛനായി. സ്വാമിച്ച, എല്ലാവരും വിളിക്കുന്നത് പോലെ സ്വാമിച്ചാന്ന് തന്നെ വിളിക്കാലോ അല്ലേ? തീർച്ചയായിട്ടും വിളിക്കാം. സ്വാമിയും അച്ഛനും രണ്ട് സംസ്കാരമാണല്ലോ. ആ രണ്ട് സംസ്കാരവും ഒന്നിക്കുന്നതാണ് സ്വാമിച്ചൻ. ഇങ്ങനെ ഒരു ജീവിതം തുടങ്ങാനായിട്ട് എന്താ കാരണം? ഒത്തിരിയേറെ ആഴമായ അനുഭവങ്ങൾ മനസ്സിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. കടയിലായിരിക്കുമ്പോഴാണ് ഏകാന്തവാസത്തിന്റെ മധുരം ഞാൻ അനുഭവിക്കുന്നത്. ആ സമയങ്ങളിൽ ചിലപ്പോൾ മണിക്കൂറുകൾ ഇരുന്നു പോകും ഞാൻ അറിഞ്ഞിരുന്നില്ല. വിശുദ്ധന്റെ ജീവനും ആവയുടെ ജീവനും ഈ ശരീരത്തിന് ഒതുങ്ങി നിൽക്കുന്ന ആ കൊച്ചു ജീവനുമായി ഒന്നിക്കുന്ന അനുഭവങ്ങൾ. അതിലെ മനുഷ്യനും മഹേശനും ഒന്നുചേരുന്നു, മണ്ണും വിണ്ണും അലിഞ്ഞു ചേരുന്നു. ഇത്രയും മനോഹരമായ അനുഭവം കണ്ണ് കാണാത്തതും ചെവി കേൾക്കാത്തതുമാണ്. പക്ഷേ ഇത് അനുഭവിച്ചു വരുമ്പോൾ ഈ മൺകൂടത്തിനകത്ത്, ഈ മൺപാത്രത്തിനകത്ത് അമൃത് നിറച്ച കാര്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ അമൃത് അനുഭവിക്കണം. എന്ത് കുടിക്കണം, എന്ത് ഭക്ഷിക്കണം അതല്ല, അമൃത് കണ്ടെത്തി കഴിഞ്ഞു. അതിനി അവോളം അനുഭവിക്കുക, അത് പ്രകടിപ്പിക്കുക, അത് പങ്കുവെക്കുക. അതിലൂടെ യേശുവിൻ്റെ ആ അനുഭവം, ഞാനും പിതാവുമാവുന്ന അനുഭവം, അനുഭവം സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പങ്കുവെക്കാൻ പരിശ്രമിച്ചു. അതിൻ്റെ ഒരു പ്രകടന രൂപമാണിത്. ഇതിൽ വളരെയേറെ സന്തോഷവും ആനന്ദവും ഞാൻ അനുഭവിക്കുന്നു. ബാംഗ്ലൂർ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്ന ധർമാരാം കോളേജിൽ വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ രാവിലെ 2:30 മണിക്ക് എഴുന്നേറ്റ് 5:30 വരെ ധ്യാനിക്കുന്ന ബ്രദർ മൈക്കിൾ. സ്രഷ്ടാവായ ദൈവവുമായി ഐക്യപ്പെടാനുള്ള മനസ്സിന്റെ വെമ്പൽ, ഒരു തുള്ളി വെള്ളത്തിന് കടലാകാനുള്ള ദാഹം. നിതാന്ത സൗന്ദര്യമേ, നിന്നിൽ ഒന്നാകുന്നതുവരെ എന്റെ ആത്മാവ് അസ്വസ്ഥമാണ്. വർഷങ്ങളോളം തുടർന്നുകൊണ്ടിരിക്കുന്ന ധ്യാന സാധന, കൂടാതെ ഓരോ വെള്ളിയാഴ്ചയും മുഴുവൻ സമയവും മൗനത്തിലും ഏകാന്ത ധ്യാനത്തിലും ചെലവഴിക്കുന്ന തീക്ഷ്ണമായ ചൈതന്യം. ധ്യാന സാധനയോടൊപ്പം യോഗസാധനയും നിർവഹിക്കുന്ന യമി, വാസ്തവത്തിൽ ധ്യാനയോഗി.
സ്വാമിച്ച, ക്രിസ്തീയ സന്യാസ ആശ്രമ ജീവിതവും അങ്ങയുടെ തനിമയാർന്ന സന്യാസ ആശ്രമ ജീവിതവും എങ്ങനെയാണ് അങ്ങയില് ഒന്നു ചേർന്നത്? നമ്മുടെ സന്യാസം എന്ന് പറയുന്നത് അതിലെ ഭാരതീയവും ക്രിസ്തീയവും കർമ്മലീയത്വവും ഒന്നുചേർന്നതാണ്. അതൊരു സമന്വയമാണ്. ഈ 3 പാരമ്പര്യങ്ങളെയും ഒന്നിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഞാൻ നടത്തുന്നത്. ഇത് സ്വല്പം മുൻതൂക്കം നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ഭാരതീയ സന്യാസത്തിന്റെ രൂപങ്ങളും ഭാവങ്ങളും ഉൾക്കൊള്ളുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രധാനപ്പെട്ട കാരണം ഇതിനകത്തുള്ള ദൈവിക അനുഭവത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജീവിതശൈലി, അത് അനുഭവിക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു ജീവിതശൈലിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിന് പ്രത്യേക മുൻതൂക്കം ഞാൻ ഭാരതീയ പാരമ്പര്യത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ കർമ്മലിത പാരമ്പര്യത്തിൻ്റെ ധ്യാനാത്മകതയും ആഴങ്ങളിലേക്കുള്ള പോക്കും, മൗനം, സാധന, ഇതെല്ലാം ഇതിൻ്റെ ഘടകഭാഗങ്ങളാണ്. അതിന് എത്രയേറെ ആഴങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നുവോ അത്രയേറെ മധുരമാണത്. അതിരാവിലെ 3 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ അതിനൊരു പ്രത്യേക മധുരമാണ്. ഒത്തിരിയേറെ ധ്യാനത്തിൻ്റെ ആഴങ്ങൾ കണ്ടെത്തുക എന്ന് വെച്ചാൽ മണ്ണും വെണ്ണും ഒന്നുചേർന്ന നിമിഷമാണത്. അവിടെ മനുഷ്യൻ മഹേശ്വരനുമായി കണ്ടുമുട്ടുന്ന ഏകാന്ത നിമിഷമാണത്. അതിന് ഈ ജീവിതശൈലി വളരെയേറെ നന്നായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സാധാരണക്കാരിൽ സാധാരണക്കാരനായി മാറുക സ്വാമിയച്ഛന്റെ വലിയ സ്വപ്നമായിരുന്നു. ഈശ്വര ദർശനത്തിനുള്ള നൂതന സരണി. വസ്ത്രധാരണത്തിലും ജീവിതത്തിലുമുള്ള ലാളിത്യം അച്ഛന്റെ മുഖമുദ്രയാണ്. സെമിനാരിയിലെ ജീവിതകാലത്തു തന്നെ ഏതാനും സുഹൃത്തുക്കളോടൊപ്പം ഒരു കൊച്ചു കുടിലിലേക്ക് അദ്ദേഹം താമസം മാറ്റി. അധ്വാനിച്ച് ജീവിക്കാനുള്ള ത്വര. പുരോഹിതനായതിനുശേഷം ടെഡ എന്ന ഗ്രാമത്തിലും നർസിംഗ്പൂരിലും കുടിലിൽ തന്നെ വസിച്ച സ്വാമിയച്ഛൻ സാധാരണക്കാരന്റെ ജീവിത വ്യഥകൾ അനുഭവിച്ചറിയാൻ കൂലിവേലക്കാരനായും ജീവിച്ചു. സ്വാമിച്ച, അങ്ങ് പാചകവും ചെയ്യൂ? കുറച്ചൊക്കെ അറിയാം. ഭക്ഷിക്കുന്നവൻ ഉണ്ടാകാൻ കുറച്ച് പഠിക്കണ്ടേ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ ജോലിയും നന്മ നിറഞ്ഞതാണ്. അത് ദൈവത്തിന്റെ പ്രവർത്തനം ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ജോലിയും താഴ്ന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അതിൻ്റെ മനസ്സിൽ കൺമുമ്പിൽ കാണുന്ന എല്ലാ ജോലിയും സന്തോഷത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നന്നായിരിക്കുന്നു. എല്ലാം ദൈവത്തിന്റെ കൃപ തന്നെ. ഭോപ്പാൽ CMI സെന്റ് പോൾ പ്രോവിൻസിലെ അംഗമായ സ്വാമിയച്ഛൻ ഇപ്പോൾ മധ്യപ്രദേശിലെ ചിന്ദ്വാഡ ജില്ലയിലുള്ള ബാമോഡി എന്ന ഗ്രാമത്തിലെ ശാന്തിഗിരി ആശ്രമത്തിലാണ്. വിന്ധ്യ സത്പുര പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഗ്രാമങ്ങൾ, നാഗരികതയുടെ കളങ്കമേശാത്ത ഭൂപ്രദേശം, കുന്നിൻമുകളും താഴ്വാരങ്ങളും വയലേലകളും പൂക്കളാൽ നിറച്ചാർ തണിയിക്കുന്ന വർണ്ണരാജി. ശാന്തിഗിരി ആശ്രമത്തിനു ചുറ്റും നടക്കുന്നതു തന്നെ മനസ്സിനും ശരീരത്തിനും കുളിർമയേകുന്ന അനുഭവമാണ്. ഞങ്ങളിവിടെ വന്നേ മുതൽ ശ്രദ്ധിക്കുന്നതാ, നട്ടുപിടിപ്പിച്ച തോട്ടങ്ങളൊന്നുമില്ല. പക്ഷെ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന പൂക്കളാണ് ആശ്രമം മുഴുവനും. ഈ പൂക്കള് പിതാവായ ദൈവത്തിൻ്റെ സൗന്ദര്യവും രൂപവും ഭാവവും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒന്നാണിത്. ഇവ കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയുകയാണ്. ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് എന്നെ മാടി വിളിക്കുകയാണ്. ഒരു ദിവസം ടട എന്ന ഗ്രാമത്തിൽ നിന്നും സീർം എന്ന ഗ്രാമത്തിലേക്ക് ഞാൻ പോകുന്ന വഴി ഒരു മല കയറി രണ്ടാമത്തെ മലയുടെ അടിവാരത്തെത്തിയപ്പോൾ അല്പം ദൂരെയായി ഞാനൊരു മൊട്ടക്കുന്ന് കാണുകയുണ്ടായി. തലേ ദിവസം മഴ പെയ്തതുകൊണ്ട് വെള്ളത്തുള്ളികൾ പുല്ലിൻ്റെ അറ്റങ്ങളിൽ നിന്ന് വന്ന് നിൽക്കുകയും എതിർ സൈഡിൽ നിന്ന് സൂര്യപ്രകാശത്തിൽ ഈ വെള്ളത്തുള്ളികൾ പ്രകാശിക്കുന്നു. മുത്തുമണികളായി എൻ്റെ മനസ്സിൽ വന്നു. പച്ച പിടിച്ച കാർപ്പറ്റിൻ്റെ മുകളിലായി ഈ വെള്ളത്തുള്ളിൽ പ്രകാശിച്ചപ്പോൾ എനിക്കിത് മഴവില്ലായി മാറി.
ആ മനോഹരമായ ദൃശ്യം കണ്ടപ്പോൾ എല്ലാം മറന്ന് ഞാൻ ദൈവത്തെ പാടി സ്തുതിച്ചു. ഇത്രയും മനോഹരമായി ദർശനം കാണുന്നതിന് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ വേറെ ആരും വിളിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് എനിക്ക് ഈ ഭൂമി എൻ്റെ അമ്മയാണ്. നദികൾ എനിക്ക് സഹോദരിമാരാണ്. മലകളും വൃക്ഷങ്ങളും എൻ്റെ പ്രിയപ്പെട്ടവരാണ്. പൂക്കളെ കാണുമ്പോഴേ അറിയാതെ മനസ്സ് നിറയുകയാണ്. വിശ്വം എത്ര മനോഹരമായി ദൈവം അലങ്കരിച്ചിരിക്കുന്നു. ഈ വിശ്വം പിതാവിൻ്റെ ഭവനമാണിത്. ഇതിൽ ഓരോ സൃഷ്ടിയും പിതാവിൻ്റെ ജീവനും ശക്തിയും സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്നവയാണ്. ഇത് ദിവ്യകാരുണ്യമല്ല എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. മനസ്സും ഹൃദയവും വികസിച്ച് പ്രകാശിതരായ വ്യക്തികളെല്ലാം മറ്റുള്ളവരാൽ ആകർഷിതരായിട്ടുണ്ട്. സ്വാമിയച്ഛൻ എവിടെ ചെന്നാലും അദ്ദേഹത്തെ കാണാൻ രോഗികളുടെ തിരക്കാണ്. ദിനം പ്രതി ശാന്തിഗിരി ആശ്രമത്തിലും അനേകം രോഗികൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഏതു ഗ്രാമത്തിൽ പ്രവേശിക്കുന്നുവോ അവിടുത്തെ രോഗികളെ സുഖപ്പെടുത്തുവിൻ എന്ന ക്രിസ്തുനാഥന്റെ വചനമാണ് അദ്ദേഹത്തെയും നയിച്ചത്. ഞാൻ ചിന്തുവാഡ, പരാസിയ എന്നിങ്ങനെ പലയിടങ്ങളിലായി പല ഡോക്ടർമാരെയും കണ്ടു. വളരെയധികം പൈസയും ചെലവാക്കി. ഒരാശ്വാസവും കിട്ടിയില്ല. അവസാനമാണ് സ്വാമിയച്ഛനെ കണ്ടത്. ഇപ്പോൾ വളരെ സുഖമായി. ഞാൻ ചെറുപ്പത്തിൽ നന്നായി നടന്നിരുന്നു. 4ാം ക്ലാസ് മുതൽ എനിക്ക് നടക്കാൻ സാധിക്കാതെയായി. ഇവൾ 18 വയസ്സായ നമ്രത. 8 വയസ്സ് മുതൽ കാലുകൾ രണ്ടിനും പോളിയോ ബാധിച്ച് ചലനശേഷി നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. കുറച്ചു നാളായിട്ട് നമ്രത സ്വാമിജിയുടെ ചികിത്സയിലാണ്. ഇവിടെ വന്നതിന് ശേഷം കുറേശ്ശെ നടക്കാനൊക്കെ ആയിട്ട് നമ്രതയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇവിടുന്ന് 15 ദിവസത്തിന് ശേഷം നമ്രത തന്റെ ജന്മദിനം ആഘോഷിക്കാൻ പോവുകയാണ്. ആ ജന്മദിനം അടുത്തു വരുമ്പോൾ കൂടുതൽ ഊർജ്ജസ്വലതയോടെ നടക്കാനും ഓടാനും ഒക്കെ സാധിക്കുമെന്നാണ് നമ്രത പൂർണ്ണമായും വിശ്വസിക്കുന്നത്. നമ്രത അഭി ഖഡി ഹോക്കെ സബ്കോ ദിഖായേംഗെ. ഞങ്ങൾ ഒക്ടോബറിലാണ് ഈ വീഡിയോ എടുത്തത്. നവംബർ 8-ാം തീയതി നമ്രതയുടെ ജന്മദിനത്തിൽ അവൾ ആഗ്രഹിച്ചതുപോലെ അവൾ നടക്കാൻ തുടങ്ങി. പോളിയോ പിടിച്ച് 10 വർഷങ്ങൾക്ക് ശേഷം വീൽ ചെയർ എന്നേക്കുമായി ഉപേക്ഷിച്ച് നടന്നുവന്ന് സ്വാമിയച്ഛന് നന്ദി പറഞ്ഞു. ഇപ്പോൾ നമ്രത ഒരു സ്വയം തൊഴിലെന്ന നിലയിൽ ടൈലറിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈസായി ബാബ എന്നറിയപ്പെടുന്ന ഫാദർ അജി പാറേക്കാട്ടിൽ CMI സ്വാമി അച്ഛന്റെ ഒരു ശിഷ്യനാണ്. സ്വാമിയച്ഛന്റെ വിവിധങ്ങളായ ചികിത്സാ രീതികൾ ഇന്ത്യക്ക് അകത്തും പുറത്തും അദ്ദേഹം വിപുലമായ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാമിയച്ഛനെ കുറിച്ച് ഒന്ന് പറയാമോ? സ്വാമിയച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ഒത്തിരി ബഹുമാനവും സ്നേഹവുമാണ് മനസ്സിലുള്ളത്. അദ്ദേഹമാണ് എനിക്ക് മരുന്നിൻ്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചത്. ഒത്തിരി ശക്തിയും ധൈര്യവും എനിക്ക് തന്നത്. പക്ഷെ മരുന്നിനേക്കാൾ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് എന്നെ പഠിപ്പിച്ചത്. അദ്ദേഹം രോഗികളോട് പെരുമാറുന്ന വിധം, അദ്ദേഹത്തിൻ്റെ സ്പർശനത്തിൽ, പുഞ്ചിരിയിൽ, സംസാരത്തിലെല്ലാം സൗഖ്യമുണ്ടായിരുന്നു. ഞാനിപ്പോഴും മരുന്നിലാണ് സൗഖ്യം കൂടുതലായിട്ട് കൊടുക്കുന്നത്. എന്നാൽ സ്വാമിജി പഠിപ്പിച്ചത്, ഇനി ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നതും സ്വാമിജിയിൽ നിന്ന് നേടാൻ ആഗ്രഹിക്കുന്നതുമായ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പർശന സൗഖ്യം, സംസാര സൗഖ്യം, പുഞ്ചിരിയിലൂടെയുള്ള സൗഖ്യം, കണ്ണുകളിലൂടെയുള്ള സൗഖ്യം. ഇത് ഒരു പ്രത്യേകതരം കലയാണ്. അത് ആത്മാവിൽ എന്തോരം ശക്തിയുണ്ടോ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രം കഴിയുന്നില്ല. അത് സ്വായത്തമാക്കാനാണ് ഞാനിന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ വേറെ ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്, ഒന്നിനെയും ഭയപ്പെടാതെ മുന്നോട്ടെടുത്ത് ചാടുന്ന പ്രകൃതം, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ളത്. എന്നും തോൽക്കാതെ മുന്നോട്ട് പോകുന്ന ആ മനധൈര്യം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ തന്നെയാണ് ഇരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ കാണുന്നത് എല്ലാ ദിവസവുമുള്ള അദ്ദേഹത്തിൻ്റെ 3 മണിക്ക് എഴുന്നേറ്റുള്ള ആ പ്രാർത്ഥന. അതുപോലെ തന്നെ ജീവിതത്തിലുള്ള ചില ചിട്ടകൾ, ഭക്ഷണക്രമത്തിലായാലും ജീവിതക്രമത്തിലായാലും പ്രാർത്ഥനയുടെ കാര്യത്തിലായാലും എല്ലാത്തിലുള്ള ആ ചിട്ടകൾ, അതൊക്കെ ഞാൻ പലപ്പോഴും എൻ്റെ ധ്യാനത്തിൻ്റെ വിഷയമായി മാറിയിട്ടുമുണ്ട്. എൻ്റെ ജീവിതത്തിലും പലപ്പോഴും ഇതിന് ശേഷവും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് ഞാൻ ഓടിച്ചെല്ലാറ്. അതുപോലെ തന്നെ ഞാൻ ഏതവസ്ഥയിലാണെങ്കിലും ആ സ്വാമിജി എന്നും എന്നോടൊപ്പം ഉണ്ട് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഓരോ തവണ രോഗികളെ ഞാൻ മരുന്ന് കൊടുക്കുമ്പോൾ സ്വാമിജി തന്നെ കൊടുക്കുന്നതായിട്ടുള്ളൊരു ചിന്തയാണ്. സ്വാമിയച്ഛന്റെ
ചികിത്സാ രീതികൾ സ്വാമിച്ചനോടൊത്ത് ചർച്ചകൾ ചെയ്ത് അജിയച്ചൻ കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വിജയം വരിച്ചു. അദ്ദേഹത്തിന്റെ പുതിയ ചികിത്സാ രീതിയാണ് ശീതളി ചികിത്സ. ഒരു അസുഖം ഒരു മരുന്ന്, അതായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. 1000 രോഗി 1000 രോഗവുമായി വന്നാൽ 1000 മരുന്ന് കൊടുക്കുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്ക്. പക്ഷെ ഇന്നത് മാറി. ഞാൻ എന്നും ചിന്തിച്ചിരുന്നു, എന്തുകൊണ്ടാണ് ഒരു രോഗം? അപ്പം അതിനൊരു കാരണമുണ്ടായിരിക്കണം. ഒരു ശരീരമാണെങ്കിൽ ഒരു രോഗം, ഒരു കാരണം, അപ്പം അതിന് ഒരു മരുന്ന് എന്ന ചിന്ത. അതാണ് ഞാൻ അവസാനമായിട്ട് കണ്ടെത്തിയത്, ശീതളി ചികിത്സ എന്ന ഒരു സമ്പ്രദായം. അതിന് സ്വാമിച്ചനോട് ഒത്തിരി കടപ്പാടുണ്ട് എനിക്ക്. കാരണം അദ്ദേഹമാണ് അതിൻ്റെ എൻ്റെ വഴികാട്ടി പോലും. എപ്പോഴും ഞാൻ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ ശീതൾ ചികിത്സ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിഡക്ഷൻ തെറപ്പി. എക്സസ് ഹീറ്റ് ഇൻ യുവർ ബോഡി ഈസ് ദ കോസ് ഓഫ് എനി ഡിസീസ്. നമ്മളിലുള്ള പിത്തത്തിൻ്റെ പ്രഭാവം കൂടുന്നതാണ് നമ്മുടെ രോഗങ്ങൾക്ക് കാരണം. അപ്പോൾ ഈ ശരീരത്തെ തണുപ്പിക്കുക, മാനസികമായിട്ട്, ശാരീരികമായിട്ട്, ആധ്യാത്മികമായിട്ടൊക്കെ മനസ്സ് ശാന്തമാകുക. മനസ്സ് ശാന്തമാകുക, മനസ്സ് ശീതളമാകുക. ആ തണുപ്പിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകും. ശരീരവും മനസ്സും ഒരുപോലെ സൗഖ്യത്തിലേക്ക് കടന്നു വരികയാണ്. അതാണ് ശീതള ചികിത്സ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനിന്ന് എവിടേക്ക് എത്തിയോ, ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഈ മരുന്നിനെ കൊണ്ടുപോയി, ഇതെല്ലാം സ്വാമിജിയോടാണ് എനിക്ക് കടപ്പാടുള്ളത്. അതുകൊണ്ട് സ്വാമിജിനെ പറ്റി അധികം പറയണമെന്ന് ആഗ്രഹമുണ്ട്. പറയാനായിട്ട് എനിക്ക് വാക്കുകളില്ല. എപ്പോഴും നന്ദിയോട് ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. സ്വാമിജിയുടെ ആശ്രമത്തിൽ പല രോഗങ്ങളുള്ളവർ, ശാരീരികവും മാനസികവുമായി വേദനിക്കുന്നവർ, പല ഡോക്ടർമാരുടെ മരുന്നുകൾ കഴിച്ച് മാറാത്ത രോഗങ്ങൾ സ്വാമി വഴിയായിട്ട്, സ്വാമിയുടെ ചികിത്സ വഴിയായിട്ട് പെട്ടെന്ന് സുഖം പ്രാപിക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഈ ചികിത്സാ രംഗത്തേക്ക് കടക്കുവാനായിട്ടുള്ള കാരണം എന്തെന്ന് പറയാമോ? അത് വലിയൊരു ഈശ്വരാനുഭവത്തിൻ്റെ പ്രകടനമായി ഞാൻ മനസ്സിലാക്കുന്നു. ഈശ്വരനെ ഈ മൺകൂടാരത്തിൽ അനുഭവിച്ചപ്പോഴേ വിശുദ്ധൻ്റെ ശക്തി ഈ മൺകൂടത്തിലുള്ളതായി ഞാൻ മനസ്സിലാക്കി. യേശുദേവൻ പറയുന്ന പോലെ തന്നെ ദൈവരാജ്യം ഇതിനുള്ളിലാണ്, ദൈവത്തിൻ്റെ ശക്തിയും കൃപയും ഇതിനുള്ളിലാണ് മനസ്സിലാക്കിയപ്പോഴേ അത് ശരീരത്തിൻ്റെ ഓരോ അംഗങ്ങളിലും ഓരോ ഭാഗങ്ങളിലും ഞാൻ അനുഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. യേശുനാഥന് ഈ പങ്കുവയ്ക്കലെ എൻ്റെ മുമ്പിൽ എപ്പോഴും ഞാൻ കാണുന്നുണ്ട്. തൊട്ട് സുഖപ്പെടുത്തുന്ന യേശുനാഥൻ, അന്ധനെ കാഴ്ച നൽകുന്ന യേശുനാഥൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന യേശുനാഥൻ, എല്ലാം ഒരു സ്പർശനം മാത്രം. അതെന്നെ ചിന്തിപ്പിക്കാനിടയായി. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ കണ്ണാടിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്താണ്? ഒരു പക്ഷെ നിങ്ങൾ നോക്കി പറയും ഒന്നുമില്ല എന്ന് പറയും. അല്ല, ഇത് ശക്തി നിറഞ്ഞ കരമാണിത്. പിതാവിൻ്റെ ശക്തി, യേശുവിൻ്റെ ശക്തി ഈ വിരലിൻ്റെ തുമ്പത്തൊക്കെ ഞാൻ കാണുന്നു, അനുഭവിക്കുന്നു. ഈ അവബോധമാണ് എന്നെ ചികിത്സയ്ക്ക് നയിച്ചത്. യേശുവിനെ സ്പർശിച്ച് സുഖപ്പെടുത്താമെങ്കിൽ ഈ ദാസൻ ആ കൃപ നൽകിയില്ലേ യേശുവെ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന. വേദനിക്കുന്ന കണ്ണിനൊപ്പുന്നതിന് വേണ്ടിയിട്ട് ഈ കരങ്ങളിലേക്ക് യേശു തൻ്റെ കൃപ നിറച്ചു. ഈ കയ്യിൽ ഇലയും പുല്ലും വേരുമിട്ടാൽ അത് ഇലയും പുല്ലും വേരൊന്നുമല്ല. ഈ കയ്യിൻ്റെ ഗുണം, ഇതിൻ്റെ ശക്തി ഈ ഇലയെയും പുല്ലേയും മരുന്നാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, കാന്തത്തിൻ്റെ അടുത്ത് ഒരു ഇരുമ്പ് കഷ്ണം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇരുമ്പ് കഷ്ണമല്ല കാന്തമായി മാറുന്ന പോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തി. അതുകൊണ്ട് രോഗികൾ വരുമ്പോഴേ കയ്യിൽ കെട്ടിയതല്ല ഞാൻ എടുത്ത് കൊടുക്കും. അവർക്കത് വിശ്വാസം കൂടിയാണത്. എന്തെങ്കിലും സമയത്ത് നൽകിയാൽ മതി, ഞങ്ങളുടെ അസുഖം മാറും. എൻ്റെയും അവിടെയും വിശ്വാസം ഒന്നു ചേർന്നപ്പോഴേ അവിടെ അത്ഭുതങ്ങൾ കാണുന്നു. പ്രസവത്തിന്റെ സമയത്ത് കുട്ടി മരിച്ചാണ് ജനിച്ചത്. എന്റെ അരയ്ക്ക് താഴെ മുഴുവനായും തളർന്നു. ആ സ്ഥിതിയിൽ എന്റെ ഭർത്താവിന്റെ വീട്ടുകാർ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അവരും എന്നെ ഉപേക്ഷിച്ചു. ഒരു മുറിയിൽ എന്നെ ആരും നോക്കാതെ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 6 മാസം എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് കിടന്നു കരഞ്ഞു. അപ്പോൾ അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ എന്നെ സ്വാമിജിയുടെ മുറിയിലേക്ക് എത്തിച്ചു. അദ്ദേഹം എന്നെ പൊക്കിയെടുത്ത് സ്വാമിജിയുടെ മുറിയുടെ വരാന്തയിൽ കിടത്തി. പിന്നെ സ്വാമിജിയെ വിളിച്ച് കാര്യം പറഞ്ഞു. സ്വാമിജി മുറിയിൽ നിന്നു കയ്യിൽ കുറച്ച് എണ്ണയും എടുത്ത് അങ്ങോട്ട് വന്നു. സ്വാമിജി പറഞ്ഞു, മോളെ,
ഈ എണ്ണ നിന്റെ കാലിലും പുറത്തും ഞാൻ പുരട്ടിത്തരാം. നിനക്ക് എല്ലാം സുഖമാവും. അത് പറഞ്ഞ് സ്വാമിജി ഈ എണ്ണ എന്റെ കാലിൽ പുരട്ടി ഒഴിഞ്ഞു. അതിനുശേഷം പുറത്തും എണ്ണ പുരട്ടി. और उनने मुझे बिठा दिया और मेरे पैरों में वही तेल की मालिश करते रहे। पूरे पैर में जब उनने तेल की मालिश कर दी, फिर मेरे पीठ में भी पूरे उन्होंने तेल की मालिश की। उसके बाद उन्होंने कहा, അതിനുശേഷം സ്വാമിച്ചൻ പറഞ്ഞു, हो जाओ खड़ी। ഇനി എഴുന്നേറ്റ് നിൽക്ക്, വേഗം എഴുന്നേറ്റോ എന്ന്. എഴുന്നേറ്റ് നിൽക്കാനോ? എനിക്ക് അത്ഭുതമായി. ഞാൻ എങ്ങനെ നിൽക്കും? 6 മാസമായി അനങ്ങാൻ വയ്യാതെ കിടപ്പിലായ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കും? പക്ഷേ അദ്ദേഹം പറഞ്ഞു, എല്ലാം ശരിയായി, വേഗം എഴുന്നേറ്റ് നിന്നോ, നിനക്കിനി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റും, നിൽക്ക് എന്ന്. ഞാൻ വരാന്തയിൽ ഉണ്ടായിരുന്ന തൂണിൽ പിടിച്ച് വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റ് നിന്നു. അങ്ങനെ നിന്നപ്പോൾ സ്വാമിജി പറഞ്ഞു, ഇനി നടക്ക്. എന്താ ഈ പറയുന്നത്? ഞാൻ എങ്ങനെ നടക്കും എന്ന് ചിന്തിച്ച് ഞാൻ വിഷമിക്കുമ്പോൾ സ്വാമിജി പറഞ്ഞു, ധൈര്യമായി നടന്നോളൂ, ഇനി നിനക്ക് നടന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന്. അയ്യോ, ഞാൻ എങ്ങനെ നടന്ന് വീട്ടിലേക്ക് പോകും? ഞാൻ പതുക്കെ നടക്കാൻ വേണ്ടി കാല് മുന്നോട്ട് വെച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ശരിക്കും നടക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ അങ്ങനെ നടന്നു തുടങ്ങി. നടന്ന് ഞാൻ അങ്ങനെ വീട്ടിലെത്തി. സ്വാമിജിയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ പൂർണ്ണമായും സുഖപ്പെട്ടു. എനിക്ക് പൂർണ്ണമായി സുഖമായി. നിങ്ങൾക്ക് കാണാമല്ലോ, ഞാൻ പൂർണ്ണമായി സുഖപ്പെട്ടു. എനിക്ക് പൂർണ്ണമായി സുഖമായി. ഇപ്പോൾ എനിക്ക് എല്ലാ ജോലിയും ചെയ്യാം. मैं बिल्कुल स्वस्थ हूँ, बिल्कुल पहले जैसी। मैं सब काम कर सकती हूँ, सारे काम। 6 മാസം കഷ്ടപ്പെട്ട് കിടന്ന് ഓർക്കുമ്പോൾ മാത്രം ഇപ്പോഴും വിഷമം തോന്നും. आज उसे याद करके मैं बहुत दुखी होती हूँ, लेकिन स्वामी जी की कृपा और आशीर्वाद से और चमत्कार से मैं देखो बिल्कुल ठीक हो गई। രോഗികൾക്ക് വൈദ്യനും പീഡിതർക്ക് ആശ്വാസവും ദുഃഖിതർക്ക് സാന്ത്വനവുമായി ജീവിക്കുന്ന സ്വാമി അച്ഛനും ശത്രുക്കളില്ലാതില്ല. മതതീവ്രവാദികളും ജാതി വ്യവസ്ഥയുടെ പ്രണേതാക്കളും അദ്ദേഹത്തെ പലതവണ ആക്രമിക്കുകയും വധിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആഹ്ലാദിച്ചാനന്ദിക്കുവിൻ എന്ന ഗിരിപ്രഭാഷണത്തിലെ വാക്കുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലും അന്വർത്ഥമാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ സ്വാമിജിയുടെ ജീവന് മതതീവ്രവാദികളിൽ നിന്ന് പലതവണ ആക്രമണങ്ങളും വധശ്രമങ്ങളും ജീവന് ഭീഷണിയും നേരിട്ടിട്ടുള്ളതായി കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അത് ശരിയാണത്. പലതവണ വധിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപദ്രവിക്കുന്നതിന് വേണ്ടി മനുഷ്യർ പരിശ്രമിച്ചിട്ടുണ്ട്. ഞാൻ തടയിലായിരിക്കുമ്പോൾ അവിടെയുള്ള പാവപ്പെട്ട ഹരിജനങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഐക്യത്തിനെതിരായി ഞാൻ സ്വരം ഉയർത്തിയപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. ആദ്യം അവർ എനിക്കെതിരായിട്ട് അപവാദങ്ങൾ പരത്താൻ തുടങ്ങി. പക്ഷേ ജനങ്ങളൊന്ന് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുജാഥകളും പൊതു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നതിനിടയ്ക്ക് തന്നെ ഒരു ദിവസം ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കൊച്ചു കുടില് കത്തിച്ചവർ. എനിക്കൊരു വാണിംഗ് ആയിരുന്നു, സൂക്ഷിച്ചേക്കണം എന്നുള്ളതിന്. പക്ഷേ യേശുവിൻ്റെ മക്കൾക്ക് വേണ്ടി ഈ ജീവൻ പോയാലും അത് നേരിടുകയെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും എൻ്റെ യാത്ര തുടർന്നു.
പിന്നീട് നടു ബജാറിൽ വെച്ച് എല്ലാവരും കൂടി എന്നെ വളഞ്ഞു. അതിലൊരുത്തരും പറയുമുണ്ടായി, ഹം ആപ്കോ കാട്ട് കാട്ട് കഫ് ചെയ്തുങ്ക, ഞാൻ തങ്ങളെ അരിഞ്ഞ് മാല കൊടുത്തിവിടെ വയലിടും. പക്ഷേ അന്നത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ കെട്ടി എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി. പിന്നീട് പോലീസിന് സകമ്പളോട് ഞാൻ എൻ്റെ കുടിയിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു. വീണ്ടും 1 മാസത്തിന് ശേഷമാണ് ഞാൻ തനിച്ചെൻ്റെ കുടിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ 4 പേര് വന്ന് വാതിൽക്കൽ മുട്ടി. ഞാൻ തുറന്ന് 3 പേര് അകത്തേക്ക് എടുത്ത് ചാടി അവിടെ തന്നെ എൻ്റെ കഴുത്തിൽ പിടിച്ച് എന്നെ അവിടെ പിടിച്ചിരുത്തി 2 അടിയും കിട്ടി എനിക്ക്. എന്നിട്ട് അവർ പറഞ്ഞു, ഒന്നാലെ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ ഞങ്ങൾ തല്ലിക്കൊന്ന് കത്തിച്ച് പോകോളാം. പണ്ട് കത്തിച്ച് ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അധികമൊന്നും സംസാരിക്കാൻ എനിക്ക് സാധിച്ചില്ല. ഭയം കൊണ്ടല്ല, എന്തോ ഒരു മൗനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി തിരിച്ചു. ഞാൻ എന്നെ തന്നെ ഒരുക്കി ഞാൻ അവിടെ കവിഴ്ന്ന് കിടന്ന് കണ്ണടച്ചു. ഞാൻ അവിടെ കിടന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമെന്നത് ചെയ്യാം, ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അവർ പല രീതിയിൽ പ്ലാൻ ചെയ്യുന്നു, എന്നെ ചവിട്ടുന്നു. പക്ഷെ ഞാൻ ആ കിടന്ന കിടപ്പോടെ കിടന്നു. ഇതിനിടയ്ക്ക് 2 പേര് പുറത്തു പോയി പ്ലാൻ ചെയ്ത് ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു, നല്ല കാര്യം. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു പ്രചോദനമായിരുന്നു അതിപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ, ഈ ജീവൻ ദാനം ചെയ്തുകൊണ്ട് കടന്നു പോകണം. ഇതിനാർക്കും ഒരിക്കലും ഒരു അപരാധബോധം ഉണ്ടാകാൻ പാടില്ല. മനസ്സിൽ വന്ന ആ പ്രചോദനം ഇതായിരുന്നു, ഈ ജീവൻ എൻ്റേതാണ്, ദൈവത്തിൻ്റെ കൃപയാണത്. ഈ ജീവൻ ഞാൻ ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാർക്ക് മാത്രമല്ല, എൻ്റെ ജീവനെ അഭയപ്പെടുത്താൻ വരുന്നവർക്ക് കൂടി ഞാൻ ഈയം കൊടുത്തതാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ജീവാപായം ഉണ്ടായാൽ തന്നെയും ആരെയും കുറ്റപ്പെടുത്താനോ ശിക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഈ ജീവൻ ഞാൻ സ്വമനസ്സാ കൊടുത്തതാണ് എന്ന് ഞാൻ ഹിന്ദിയിൽ എഴുതി കളക്ടറിന് സംഭാവന ചെയ്ത് അവരോട് പറഞ്ഞു, ഈ കടലാസം കൊണ്ട് നിങ്ങൾ പൊക്കോ, ആരും നിങ്ങളെ ചോദ്യം ചെയ്താൽ ഈ കടലാസ് കാണിച്ചാൽ മതി. കാരണം ഞാൻ ഈ ജീവൻ കൊടുത്തതാണ്, ഇത് അപഹരിക്കപ്പെട്ടതല്ല. ഇത് ഞാൻ എഴുതി ഞാൻ അവർക്ക് കൊടുത്തു. എഴുതുമ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും വലിയൊരു സംശയദൃഷ്ടിയോടെ എന്നെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ എന്താണ് എഴുതുന്നത് അറിയാതെ. ആദ്യം വായിച്ച ആൾക്ക് കുറച്ചുകൂടി ദേഷ്യം കൂടി. ആളെ കള്ള ചുരുട്ടിക്കൊണ്ട് വലിച്ചെറിഞ്ഞു. 2ാമത്തെ ആൾ പോയി എടുത്ത ക്ലാസ് എടുത്ത് വായിച്ചു നോക്കി. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആളുടെ മുഖത്തിൻ്റെ ഭാവം ഞാൻ മനസ്സിലാക്കി. ആളത് കൊണ്ടുപോയി 3ാമത്തെ ആളെ കാണിച്ചു. 2 പേരും പറഞ്ഞു, അയ്യോ ഇങ്ങനെയാണെങ്കിൽ ഇതൊരു മഹാത്മാവാണ്, ഞാൻ ഈ രക്തത്തിൽ പങ്കില്ല. അവർ 2 പേരും തീരുമാനിച്ചു, നമുക്കിനി ഒന്നും ചെയ്യണ്ട, നമുക്ക് ഇറങ്ങിപ്പോകാമെന്ന്. ഒരു 4ാമത്തെ ആൾ പുറകിൽ കാവൽ നിൽക്കാറുണ്ട്. അയാൾ വിളിച്ച് പറഞ്ഞു, നമുക്ക് പോവാം, ഇത് സംഭവം ഈ ആളിങ്ങനെ എഴുതിയിരിക്കണത്, നിഷ്കളങ്കമായിരുന്ന രക്തമാണിത്, ഇതിൽ ഈ അപരാധം ഞങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കില്ല. പിന്നെ അവർ വീണ്ടും 4 പേര് ഒന്നിച്ചുകൂടി ചിന്തിച്ച് പറഞ്ഞു, എന്നാൽ ശരി നമുക്കൊന്ന് അവനെ പേടിപ്പിച്ച് പോകാമെന്ന് പറഞ്ഞു. വീണ്ടും അവർ 4 പേർ കയറി വന്ന് പറഞ്ഞു, ഒരാഴ്ചക്കുള്ളിൽ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരുമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് അവർ എന്നെ ഒന്ന് തള്ളിയിട്ട് അവർ പുറത്തു പോയി. പുറത്തു പോയതിന് ശേഷം ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്താണിത്? എൻ്റെ മനസ്സിൻ്റെ ശാന്തിക്ക് വേണ്ടിയിട്ട്, എൻ്റെ സഹോദരി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഓടിക്കൊണ്ടിരിക്കുന്ന നദിയുടെ തിരുത്തേക്ക് ഇറങ്ങിച്ചിരുത്തി. പോകുന്ന വഴിക്ക് എനിക്കൊരു കൊച്ചു കിളിയുടെ മുട്ട കിട്ടി. മുട്ടയുടെ തൊണ്ട് മാത്രം കിട്ടിയുള്ളൂ, മുട്ടയ്ക്കകത്തൊന്നുമില്ല. ആ തൊണ്ട് ഞാൻ കയ്യിലെടുത്ത് ഞാൻ നദിയുടെ തീരത്തിരുന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ വന്നൊരു ചിന്ത ഇതായിരുന്നു, ഈ മുട്ടത്തൊണ്ടുള്ളിൽ ഒരു ജീവനുണ്ടായിരുന്നു. ആ ജീവൻ ഇപ്പോൾ എവിടെയാണത്? അത് പറന്ന് ആകാശത്തിൻ്റെ പെരുമാറിലേക്ക് അത് ഉയർന്നുകൊണ്ട് ചിറകടിച്ച് ഉയരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സറിയാതെ കടന്നുപോയി, ഈ മൺപാത്രത്തിനകത്ത്, ഈ മൺകൂടാരത്തിനകത്ത് ഒരു ജീവൻ ഒളിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. അതിൽ നിന്ന് ഈ മൺപാത്രത്തിൽ നിന്ന് സ്വാതന്ത്ര്യമില്ലാതെ ഞെരുങ്ങുകയാണല്ലോ. ഈ 3-4 വ്യക്തികൾ വന്നത് ഈ ജീവന് സ്വാതന്ത്ര്യത്തിലേക്ക്, അനന്തത്തിലേക്ക് നയിക്കാൻ വേണ്ടി വന്നവരല്ലേ? എൻ്റെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു ഭാവമാണ് മനസ്സിൽ വന്നത്. അതോടൊപ്പം തന്നെ ഇവർ എന്നെ സ്വതന്ത്രരാക്കാൻ വന്നവരാണെങ്കിൽ ഇവരെനിക്ക് പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും വേണ്ടപ്പെട്ടവരുമാണത്. പലതവണ പലപ്പോഴും പലരുമായിട്ട് എന്നെ വധിക്കാൻ ശ്രമിച്ചുവെങ്കിലും നിത്യപിതാവിൻ്റെ അനന്തതയിലേക്ക് പറന്നു വരുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് എന്നും സാധിച്ചില്ല. ആ ദിനത്തിനോട് ഞാൻ കാത്തിരിക്കുകയാണ്. ആ ദിനം എന്ന് വരും? രമ്യതയുടെ പാഠങ്ങൾ അഭ്യസിപ്പിക്കുവാൻ പ്രഗത്ഭനായ ഒരു അധ്യാപകനാണ് സ്വാമി അച്ഛൻ.
ഭിന്നിച്ചു നിൽക്കുന്ന സഹോദരങ്ങളെയും സമുദായങ്ങളെയും മതവിഭാഗങ്ങളെയും രമ്യതയിലെത്തിക്കുക തന്റെ പ്രധാന കർത്തവ്യമായി അച്ഛൻ നിർവഹിച്ചുവരുന്നു. സ്വാമിജിയുടെ ആദ്യകാല പ്രവർത്തന രംഗമായ നർസിംഗ്പൂരിലെ ഈ അമ്പലം 2 വിഭാഗം ഹിന്ദുക്കളുടെ കലഹത്തിന്റെ ശിരാകേന്ദ്രമായിരുന്നു. കലഹമൂത്ത് ആരാധന നടത്താൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ അനുരഞ്ജന ചർച്ചകൾക്കായി അവർ സ്വാമിജിയെയാണ് സമീപിച്ചത്. ഇരുവിഭാഗങ്ങളെയും സ്വാമിജി കണ്ട് ചർച്ച നടത്തി അവരെ അനുരഞ്ജനത്തിലേക്ക് നയിച്ചു. ഇപ്പോൾ ഇവിടെ ഇരുകൂട്ടരും ഒരുമിച്ച് ഒത്തൊരുമയോടെ അവർ ആരാധന നടത്തിവരുന്നു. ഇതു കേട്ടറിഞ്ഞ ജില്ലാ കളക്ടർ മതസൗഹാർദ്ദത്തിനുള്ള ഒരു അവാർഡ് പ്രഖ്യാപിക്കുകയും പൊതുവേദിയിൽ വെച്ച് സ്വാമിജിക്ക് ആ അവാർഡ് സമ്മാനിക്കുകയും ചെയ്തു. ഇതുപോലുള്ള പല അനുരഞ്ജന പ്രവർത്തനങ്ങൾക്കും സ്വാമിജി നേതൃത്വം നൽകിയിട്ടുണ്ട്. നർസിംഗ്പൂരിലെ വിശ്വ ഹിന്ദു പരിഷത്തും മുസ്ലിം സമുദായവും റോട്ടറി ക്ലബും ലയൺസ് ക്ലബും അദ്ദേഹത്തെ പല അവാർഡുകളും നൽകി ആദരിച്ചിട്ടുണ്ട്. പരസ്പരം കലഹിച്ച് ഭിന്നിച്ച് വിഘടിച്ചു നിന്നിരുന്നവരെ സ്വാമിജി വഴിയായി അനുരഞ്ജനത്തിലേക്ക് നയിച്ചതായി കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഒരു പിതാവിൻ്റെ മക്കളെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന യേശുവിൻ്റെ ആ മനസ്സാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇരു പാർട്ടികളും അതേ പിതാവിൻ്റെ മക്കൾ യേശുവിൻ്റെ കരുണയും സ്നേഹവും പങ്കുവയ്ക്കുമ്പോൾ അവരെല്ലാവരും ഒന്നിക്കുകയാണ്. ഇവിടെ കുരിശിൽ കിടന്ന സമയങ്ങളിൽ നല്ല കള്ളനും തമ്മിൽ രണ്ടുപേർക്ക് ഒരുപോലെ പ്രകാശം കൊടുത്ത യേശുവിൻ്റെ സഹനമാണ് അതിലേക്ക് എന്നെ നയിക്കുന്നത്. നിശബ്ദമായ സഹനത്തിലൂടെ 2 കൂട്ടരെയും ശ്രമിച്ചുകൊണ്ട് അവർക്ക് ഒരു പുതുജീവന് പങ്കുചേരുകയാണ്. നമുക്കറിയാം, എല്ലാ വെള്ളാരം കല്ലിലും തീയുണ്ട്, എല്ലാ തീപ്പെട്ടിക്കകത്തും തീയുണ്ട്. പക്ഷേ ഓരോക്കിൻ്റെ രീതി മാത്രം മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരിലും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കരുണ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അത് അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് അവരിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ പ്രകാശത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം മാത്രമാണ് എൻ്റെ അനുരഞ്ജനത്തിൻ്റെ ഓരോ കാലടികളും. ഒത്തിരി പേര് ഭിന്നിച്ചിരുന്ന കുടുംബങ്ങളെ, സമൂഹങ്ങളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിശബ്ദമായ സഹനത്തിലൂടെ, നിശബ്ദമായ പ്രാർത്ഥനയിലൂടെ ശക്തനായ യേശുവിൻ്റെ കൃപ വഴിയായിട്ട് നടന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. അതെല്ലാം കാരുണ്യത്തിൻ്റെ വഴികളിൽ ഞാൻ മനസ്സിലാക്കുന്നു. സ്വാമിയച്ചന്റെ ആദ്യകാല പ്രവർത്തന മണ്ഡലമായ നരസിംഹപൂരിലെ സച്ചിദാനന്ദ ആശ്രമം. ബഹുമാനപ്പെട്ട ഫാദർ ആന്റോ മുണ്ടൻമാണി CMI ആണ് ഇപ്പോൾ ആശ്രമത്തിലെ ആചാര്യൻ. സന്യാസത്തിലൊരു സാഹസികനായിട്ടാണ് സ്വാമിജിയെ ഞാൻ കാണുക. സുവിശേഷ മൂല്യങ്ങളായ പരസ്നേഹം, സ്വയം പരിത്യാഗം, ക്ഷമ, ദയ, സംസ്കാരങ്ങളുമായി ഒന്നുചേരൽ, ഇതിൽ സ്വാമിജി സാധാരണ വ്യക്തികളോ സന്യാസികളോ ചെയ്യുന്നതിനേക്കാളും വളരെ വ്യത്യസ്തമായി സ്വന്തം നഷ്ടങ്ങളും കോട്ടങ്ങളും കണക്കിലെടുക്കാതെ ജീവിതത്തിൽ അഭ്യസിച്ചു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാമിജി നരസിംഹപൂരിൽ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ആരാധ്യ പുരുഷനാണ്. മറ്റൊരു വാക്കില് സ്വാമിജിയിലൂടെ ഇവിടുത്തെ ജനങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്, ആരാധിച്ചിട്ടുണ്ട്. കൂടാതെ കത്തോലിക്ക സഭയ്ക്ക് ഒരു ഭാരതീയ മുഖം കൊടുക്കാൻ സ്വാമിജി ഏറെ വിജയിച്ചിട്ടുണ്ട്. ആദരണീയനായ സ്വാമി സദാനന്ദ് സമൂഹത്തിലെ ഏറ്റവും ഉപേക്ഷിക്കപ്പെട്ടവരോടും താഴ്ന്ന നിലയിലുള്ളവരോടും സ്നേഹപൂർവ്വം പെരുമാറുന്നത് ഞങ്ങൾക്കെല്ലാം അനുകരണീയമായിട്ടുള്ളതാണ്. എല്ലാ മതവിഭാഗങ്ങളിലുള്ളവരും അദ്ദേഹത്തെ ആദരിക്കുന്നു. एक अद्वितीय व्यवस्था है जो धर्म से परे होकर है. आदरणीय स्वामी सदानंद जी अपने आप में एक मेरे जीवन में जहाँ तक എന്റെ ജീവിതത്തിൽ എനിക്ക് ആദർശമായിട്ടുള്ള വ്യക്തിയാണ് സ്വാമിജി. ഇദ്ദേഹം സമന്ദർ സിംഗ്, ഇൻഡോറിലെ സിസ്റ്റർ റാണി മരിയയെ അതിക്രൂരമായി കൊല ചെയ്ത വ്യക്തി. മനസ്സിൽ നിറയെ പകയും വൈരാഗ്യവുമായി
ഇൻഡോറിലെ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്നപ്പോൾ സ്വാമിജി ഇദ്ദേഹത്തെ സന്ദർശിക്കുകയും മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം കേരളത്തിലുള്ള സിസ്റ്ററിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും മധ്യപ്രദേശിലുള്ള സഹോദരിയെയും സന്ദർശിക്കുകയും ക്ഷമയാചിക്കുകയും ചെയ്തു. ഇന്ന് അദ്ദേഹം ക്രിസ്തീയ ചൈതന്യത്തിൽ നിറഞ്ഞ സ്നേഹത്തിന്റെയും ക്ഷമയുടെയും ഒരു ജീവിതം നയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഥ അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്ക് നേരിട്ട് ശ്രവിക്കാം. ഇത്രയും ഘോര അപരാധം ചെയ്തത് കാരണം എനിക്ക് ആരെയും കാണാൻ ഇഷ്ടമില്ലായിരുന്നു. സ്വാമിജി എന്നിൽ എങ്ങനെ മാറ്റം വരുത്തിയെന്ന് എനിക്ക് തന്നെ പറയാൻ സാധിക്കുന്നില്ല. സ്വാമിജിയുടെ സ്നേഹം എന്നെ മാറ്റി. എനിക്ക് ജീവിക്കാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. ഈ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ അവകാശമില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് സ്വാമിജിയുടെ സ്നേഹം എന്നെ വീണ്ടും നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവന്നത്. സിസ്റ്റർ റാണി മരിയ के परिवार वालों से मिले तो कैसे लगा? അവരെ കണ്ടപ്പോൾ, അവരുടെ സ്നേഹം അനുഭവിച്ചപ്പോൾ മനസ്സിന് വലിയ വിഷമം തോന്നി. ഞാൻ ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുപോയി. അവരുടെ സ്നേഹം എന്നെ സ്നേഹത്തിന്റെ വഴിയിലേക്ക് വീണ്ടും നയിച്ചു. സിസ്റ്ററെ ഞാൻ ചേച്ചിയായി കരുതുന്നു. എന്റെ ക്രൂരത മൂലം ചേച്ചിക്ക് ചെയ്യാൻ കഴിയാതെ പോയ കാര്യങ്ങൾ ചേച്ചി ചെയ്തുകൊണ്ടിരുന്ന ജോലി പൂർത്തിയാക്കുക എന്റെ കർത്തവ്യമായി ഞാൻ കരുതുന്നു. ഞാനിപ്പോൾ ചേച്ചി ചെയ്ത സാമൂഹ്യ സേവനം തുടർന്നുകൊണ്ടിരിക്കുന്നു. സമന്ദർ സിംഗിന്റെ മാനസാന്തരം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. മധ്യപ്രദേശിലെയും മഹാരാഷ്ട്രയിലെയും അനേകം ജയിലുകളിൽ പകയുടെയും വിദ്വേഷത്തിന്റെയും ചിന്തകളിൽ കഴിഞ്ഞിരുന്ന 1000-ലധികം പേരെ സമാധാനത്തിന്റെയും ശാന്തിയുടെയും വഴിയിലേക്ക് കൊലയാളി മനുഷ്യരക്തത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന സമ്പന്ദർ സിംഗ് ഇന്ന് താൻ ആരെ കൊലപ്പെടുത്തിയോ ആ സിസ്റ്റർ റാണി മരിയയുടെ അതേ ദൗത്യം നിർവഹിച്ചുകൊണ്ട് സ്വയം ജീവിക്കുക മാത്രമല്ല അനേകർക്ക് പുതുജീവൻ കൊടുക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു. ഈ മാറ്റം എന്നെ വളരെയേറെ എന്നും സ്പർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ മാറ്റപ്പെടുന്ന വ്യക്തികൾക്ക് സമൂഹത്തിലെ വലിയ കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഉത്തരേന്ത്യയിലെ ഗ്രാമീണ ജനതയോട് സ്വാമിച്ചൻ സാധാരണയായി എന്താ പറയാറുള്ളത്? ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ സേവിക്കുക. ദൈവത്തെ സ്നേഹിക്കുക എന്ന് വെച്ചാൽ സ്വയം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക. മനുഷ്യനെ സേവിക്കുന്ന വെച്ചാൽ എപ്പോഴും മനുഷ്യർക്ക് നന്മ ചെയ്യുക. സേവനത്തിന്റെ പാതയാണ് ഏറ്റവും മനോഹരമായി എനിക്ക് തോന്നുന്നത്. അത് പറയല്ല, അത് ജീവിതത്തിന്റെ ശൈലിയാണത്. അത് ജീവിച്ചുകൊണ്ട് ആ സന്ദേശം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് യേശുവിന്റെ ആ കരുണയും സ്നേഹവും ക്ഷമയും സഹനവും സ്വീകരിക്കുമ്പോൾ അത് വലിയൊരു ആനന്ദമുണ്ട്. അത് നിശബ്ദമായൊരു ജീവിതമാണ്. അതിലാണ് ഞാൻ യേശുവിനെ ഏറ്റവും കൂടുതൽ അടുത്തറിയുന്നത്. യേശുവിൻ്റെ ആ ഉൾപ്രേരണയാണ് പിതാവിനെയും മനുഷ്യനെയും സ്നേഹിക്കുവാൻ വേണ്ടി എനിക്ക് എപ്പോഴും ശക്തി നൽകുന്നത്. അവിടുത്തെ കൃപ എന്നെ മുന്നോട്ട് നയിക്കുന്നു. സ്വാമിജിയുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഒന്ന് സംഗ്രഹിച്ചു പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? സ്നേഹം കൊണ്ടും കൃതജ്ഞതയോടും നിറഞ്ഞ ഹൃദയത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എഴുതിയ 3-4 വരികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ആകർഷിക്കുകയാണ്. സർവസൃഷ്ടി മംഗളം തവ മംഗളം, സർവം തവ ഇഷ്ടദാനം തവ സാന്നിധ്യം, സർവം സമർപ്പിതം സദാ തവ പാദം, സർവേശ്വര തവ ചിത്തം മമ ചിത്തം. എല്ലാം സർവസൃഷ്ടി മംഗളം തവ മംഗളം, എല്ലാ സൃഷ്ടിയുടെയും മംഗളമാണ് എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ മംഗളം. സർവം ഇഷ്ടദാനം തവ സാന്നിധ്യം, ഈ വിശ്വത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ആ പിതാവിൻ്റെ ജീവനും സ്നേഹവും ചൈതന്യവും സാന്നിധ്യവുമാണത്. ആ പിതാവിൻ്റെ ഇഷ്ടദാനമാണത്. സർവം സദാ സമർപ്പിതം, ഇവയെല്ലാം തിരുപാദങ്ങളിൽ എപ്പോഴും സമർപ്പിക്കുന്നു. സർവേശ്വര തവ ചിത്തം മമ ചിത്തം, അവിടുത്തെ എന്ത് ഇഷ്ടമാണോ അത് എൻ്റെ ഇഷ്ടമാണ്, അതിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. ദൈവത്തിൻ്റെ എല്ലാ ജീവനും ശക്തിയും ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിൽ രാവും പകലും ചൂടും തണുപ്പും
കയ്പും മധുരവും സുഖവും ദുഃഖവും ആ പിതാവിന് ഇഷ്ടമായിട്ട് ഞാൻ കാണുന്നു, ഞാൻ ഉൾക്കൊള്ളുന്നു, ഞാൻ സ്വീകരിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി പൗരോഹിത്യം അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്നതിൽ നിത്യതൽപരൻ. നന്മ മാത്രം ചെയ്ത് നടന്നു നീങ്ങി ജീവിതം തന്നെ സന്ദേശമായി പകർത്തിയ ഈശോയുടെ അനുയായി, താൻ പ്രണയിക്കുന്നവന്റെ ഹൃദയ നിമന്ത്രണത്തിന് കാതോർക്കുന്ന ആത്മീയാചാര്യൻ, സ്നേഹസമുദ്രത്തിലെ ജലകണമായി ലയിച്ചില്ലാതാകാൻ എന്നും ദാഹിച്ചവൻ, ജീവിത വഴികളിലെ നന്മയുടെ നിറകതിർ. അതാണ് ഫാദർ സദാനന്ദ് CMI സ്വാമി അച്ഛൻ.